പുതിയ വീഡിയോയിലേക്ക് ഏവർക്കും സ്വാഗതം. അപ്പം ഇന്ന് എൻ്റെ മോൻ്റെ ജന്മദിനമായിരുന്നു കേട്ടോ. അപ്പോൾ അതിന് വേണ്ടി അവൻ്റെ ഫ്രണ്ട്സുകളെല്ലാം വീട്ടിൽ വരുന്നെന്ന് പറഞ്ഞിരുന്നു. അപ്പോൾ അവർക്കൊക്കെ വേണ്ടി ചെറുതായിട്ടൊന്ന് ഫുഡൊക്കെ കരുതണമായിരുന്നു കേട്ടോ. അപ്പോൾ നമ്മുടെ ഇന്നത്തെ സ്പെഷ്യൽ എന്ന് പറയുന്നത് ഒറട്ടിയും ചപ്പാത്തിയും ചിക്കനൊക്കെ ആയിരുന്നു. അപ്പോൾ അതൊക്കെ തയ്യാറാക്കുന്നൊരു വീഡിയോയിലേക്ക് നമുക്ക് പോകാം. അപ്പോൾ ഒറട്ടി തയ്യാറാക്കാനായിട്ടുള്ള വെള്ളമൊക്കെ ഇതിൽ വെച്ചിട്ടുണ്ട്. എന്നിട്ട് നമുക്കതിലേക്ക് അല്പം ഉപ്പ് ചേർത്ത് കൊടുക്കാം, ആവശ്യത്തിനുള്ള ഉപ്പ് ചേർത്ത് കൊടുക്കാം. എന്നിട്ട് നമുക്കിതിലേക്ക് വേണ്ടത് തേങ്ങയാണ്. അപ്പോൾ ഞാനിവിടെ തേങ്ങയൊക്കെ ചിരകി വെച്ചിട്ടുണ്ട്. ഇനി നമുക്ക് വെള്ളം നല്ലോണം വെട്ടിത്തിളച്ച് വരുമ്പോൾ നമുക്കതിലേക്ക് മാവ് ചേർത്ത് കൊടുക്കാം. മാവ് ചേർത്ത് നന്നായിട്ടൊന്ന് കിണ്ടിയെടുക്കണം, അഥവാ നന്നായിട്ടൊന്ന് കുഴച്ചെടുക്കണം. ഈ സമയം വെള്ളമില്ലെന്നുണ്ടെങ്കിൽ നമുക്ക് അല്പം കൂടി വെള്ളം ചേർത്ത് കൊടുക്കാം. ചൂടുവെള്ളമാണ് ചേർത്ത് കൊടുക്കേണ്ടത്. അതിനുശേഷം നമ്മൾ എടുത്തു വച്ചിരിക്കുന്ന തേങ്ങയിലേക്ക് ചേർത്ത് നന്നായിട്ടൊന്ന് ഇളക്കി യോജിപ്പിക്കണം. ഇളക്കി യോജിപ്പിച്ചതിന് ശേഷം നമുക്ക് മാവ് അടുപ്പിൽ നിന്ന് ഇറക്കി വയ്ക്കാം. ഒരു 2 മിനിറ്റ് നമുക്കിതൊന്ന് റെസ്റ്റ് ചെയ്യാൻ വയ്ക്കാം. റെസ്റ്റ് ചെയ്യാൻ വയ്ക്കുമ്പോൾ നമുക്കൊരു മൂടി കൊണ്ട് നന്നായിട്ട് അടച്ചു വയ്ക്കണം കേട്ടോ. അതിൻ്റെ ഈർപ്പം കൊണ്ട് വേണം മാവ് ഇനി പരുവം കിട്ടാനായിട്ട്. അതിനുശേഷം നമുക്ക് വലിയൊരു പാത്രത്തിലേക്ക് മാറ്റി കൊടുക്കാം. നമുക്കിതൊന്ന് കുഴച്ചെടുക്കുന്ന എളുപ്പത്തിന് വേണ്ടിയാണ് നമുക്ക് വലിയൊരു പാത്രത്തിലേക്ക് മാറ്റി കൊടുക്കാം. പോരാത്തിന് നല്ല ചൂടുമാണ്. അപ്പോൾ അതിനും കൂടെ വേണ്ടിയാണ് നമ്മളൊരു വലിയ പാത്രം എടുക്കുന്നത്. മാവ് കുഴച്ചെടുക്കുന്ന പരുവം പോലെ ഇരിക്കും നമ്മുടെ ഉറട്ടിയുടെ ടേസ്റ്റും പരുവം എന്ന് പറയുന്നത്. അപ്പോൾ നന്നായിട്ടൊന്ന് തന്നെ, അതായത് നമ്മൾ ബെറോട്ടയ്ക്കൊക്കെ മാവ് കുഴയ്ക്കുന്ന രീതിയിൽ നന്നായിട്ട് തന്നെ നമുക്കിതിനെ കുഴച്ചെടുക്കണം കേട്ടോ. മാവ് കുഴയ്ക്കുമ്പോൾ കയ്യിലൊന്നും ഒട്ടിപ്പിടിക്കാതിരിക്കാൻ വേണ്ടി നമുക്കൊരു പാത്രത്തിൽ അല്പം വെള്ളം വെച്ച് കൊടുക്കാം. അതിനുശേഷം നമുക്ക് അതിലേക്ക് ഇടയ്ക്കിടയ്ക്ക് കൈമുക്കി വേണം നമുക്ക് മാവൊന്ന് കുഴച്ചെടുക്കാൻ. മാവൊക്കെ നന്നായിട്ട് കുഴച്ചെടുത്തിട്ടുണ്ട്. ഇനി നമുക്കിത് ഓരോ ഉരുളകളായിട്ട് ഈ മാവിനെ ഉരുട്ടിയെടുക്കണം. ഒരല്പം വലിപ്പമുള്ള ഉരുളകളാണ് കേട്ടോ. ഈ വീഡിയോയിൽ കാണുന്ന രീതിയിലുള്ള അല്പം വലിപ്പമുള്ള ഉരുളകൾ വേണം നമുക്ക് ഉരുട്ടിയെടുക്കാനായിട്ട്. ഇനി ഉരുട്ടി ഉണ്ടാക്കാനൊക്കെ അടുപ്പിൽ തീ എത്തിച്ചതിന് ശേഷം നമുക്ക് ഉരുട്ടി ചട്ടിയൊക്കെ അടുപ്പിൽ വെച്ച് കൊടുക്കാം. അപ്പോൾ ഇതിനായിട്ട് നമ്മൾ മൺചട്ടിയാണ് വെച്ച് കൊടുക്കുന്നത്, അതായത് ഉരുട്ടി ചട്ടിയാണ് നമ്മൾ വെച്ച് കൊടുക്കുന്നത്. ഇനി നമ്മൾ ഉരുട്ടി വെച്ചിരിക്കുന്ന ഓരോ ഉരുളകളും ചപ്പാത്തി പ്രസ് കൊണ്ട് പരത്തിയെടുത്ത് ഉരുട്ടി ചട്ടിയിലിട്ട് ചുട്ടെടുക്കാം. അപ്പോൾ ചട്ടിയൊക്കെ നന്നായിട്ട് ചൂടായിട്ടുണ്ട്. ഇനി നമ്മൾ എടുത്ത് വെച്ചിരിക്കുന്ന ഓരോ ഉരുട്ടികൾ ഇതിനകത്തിട്ട് ചുട്ടെടുക്കാം. മറിച്ചും തിരിച്ചും ഇട്ട് നന്നായിട്ട് 2 വശവും വെന്തതിന് ശേഷം മാത്രമേ നമ്മൾ ഓരോ ഉരുട്ടിയും അടുപ്പിൽ നിന്ന് എടുക്കാൻ പാടുള്ളൂ. എനിക്ക് നല്ല സുഖമില്ലാത്തതുകൊണ്ട് ഉരുട്ടി ചുടാനായിട്ട് ഉമ്മായും കൂടെ കൂടിയിട്ടുണ്ട്. അപ്പോൾ മറ്റൊരു അടുപ്പിലൂടെ ചപ്പാത്തിയും തയ്യാറായി കൊണ്ടിരിക്കുന്നു. ഈ സമയം നമ്മൾ വേവിക്കാൻ വെച്ചിരുന്ന ചിക്കനും ഒക്കെ ഇവിടെ നന്നായിട്ട് റെഡി ആയിട്ടുണ്ട്. അപ്പോൾ 7 മണിയൊക്കെ ആയപ്പോഴേക്കും അവൻ്റെ ഫ്രണ്ട്സുകളെല്ലാവരും എത്തിക്കഴിഞ്ഞു. പിന്നെ അവരുടേതായിട്ട് ആഘോഷങ്ങളൊക്കെ ആയിരുന്നു. കിളിമകളെ വീഡിയോ കിട്ടുന്നുണ്ടോ? വെക്കണ പോവാനുള്ള ഇതാക്കണ പിന്നെ അവരെല്ലാവരും ഫുഡ് കഴിക്കാനൊക്കെ ഇരുന്നു. എല്ലാവരും ഫുഡ് കഴിച്ചതിന് ശേഷമാണ് എല്ലാവരും പിന്നെ മടങ്ങിപ്പോയത്.